ബാലാക്കോട്ടിലെ നമ്മുടെ മറുപടിക്ക് ശേഷം അവർ F-16 ഒക്കെ കൊണ്ടുവന്നു അതിർത്തി കടക്കാൻ ഒരു ശ്രമം നടക്കുകയും നമ്മളുടെ എയർഫോഴ്സ് അതിനെ തുരത്തി ഓടിക്കുകയും ഒക്കെ ചെയ്തത് അതൊരു പകലായിരുന്നു. ആ നീക്കങ്ങൾ കണ്ടതും നമ്മളൊരു ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് പോകുമെന്നൊക്കെ കരുതിയ മണിക്കൂറുകളായിരുന്നു അത്. ഈ ഹൈവേകളൊക്കെ അടച്ച്, ശ്രീനഗറിലെ ഹൈവേ ഒക്കെ അടച്ച് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് ഈ F-16 കൊണ്ടുവന്നെങ്കിലും അതുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു പാകിസ്ഥാനും. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് ഇന്ത്യ ആരാണ്, നമ്മളുടെ കൈവശം എന്തുണ്ട് എന്ന് നോക്കാതെ ഒരു വൈകാരിക പ്രതികരണം എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അല്ലെങ്കിൽ അത് അവർക്ക് തുടങ്ങി വെക്കാനേ കഴിയൂ, പിന്നെ നിർത്താൻ അവരെ കൊണ്ട് എന്തായാലും കഴിയില്ല. അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ എപ്പോഴും പറച്ചിലേ ഉള്ളൂ. അവർ വെറുതെ വന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും. ഇനിയിപ്പം നിങ്ങൾ എന്ത് ചെയ്താലും ശരി, നിങ്ങളുടെ ജനങ്ങളടക്കം നിങ്ങളുടെ കൂടെ നിൽക്കാത്തൊരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ നമ്മൾ 2 ആഴ്ച കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക്. കാരണം പല സാധനങ്ങളെ സ്ഥലത്തു കൂടെയും ഇവരുടെ ശ്വാസം മുട്ടിച്ചിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അവർ വെറുത്ത് ഈ ഗവൺമെന്റിനെ തെറി പറയുന്ന ഒരു അവസ്ഥയിൽ വന്നപ്പോഴത്തേക്കാണ് ഇപ്പൊ നമ്മൾ അടിച്ചിരിക്കുന്നത്. ഇതും കൂടെ വരുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും ലോക്കൽസിന്റെ സപ്പോർട്ട്, എതിർപ്പ് പോലും പാകിസ്ഥാൻ ആർമി ഫേസ് ചെയ്യേണ്ടി വരും. അത് ഇവിടുത്തെ പോലെ പെട്രിയോട്ടിസം ഒന്നും അവിടെ ഇല്ല. അവിടെ എന്താ വെച്ചാൽ അവിടെ ജനങ്ങൾക്ക് പട്ടാളം ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഭയമാണ്. ആ ഭയം കൊണ്ട് ജീവിക്കുന്ന ജനങ്ങളുടെ മുകളിലേക്കാണ് ഇപ്പൊ ഈ ഒരു അറ്റാക്ക് വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ട്? നിങ്ങളോടല്ലാതെ നിങ്ങളുടെ രാജ്യം കാണിച്ച് ഞങ്ങളുടെ നിസ്സാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള എൻജോയ് ചെയ്യാൻ പോയിരുന്ന ഒരു ഫാമിലിയുടെ ഇത്രയും ക്രൂരമായിട്ട് അച്ഛന്റെ മകളുടെ മുന്നിൽ വെച്ച് അച്ഛനെ കൊല്ലുക, ഭർത്താവിനെ കൊല്ലുക, ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള അടി ഇത് ഇങ്ങനെയാണ്. അല്ലാതെ 4 പേരല്ല നമ്മുടെ ടാർഗറ്റ്. ആ ടാർഗറ്റിനെ മാറ്റിവെച്ചുകൊണ്ട് അടിച്ചിട്ടുള്ളത് ഇന്ന് ഇന്ത്യക്ക് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന തന്നെയാണ്. പലരും ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, വരൂ നിൽക്കട്ടെ. അന്ന് നമ്മൾ ആഷ്മിയായിട്ട് സംസാരിക്കാൻ ആഷ്മി നിൽക്കുന്ന സ്ഥലമല്ല, അത് പേൽഗാമിലായിരുന്നു. നമ്മുടെ സംഭവം നടന്ന അവിടെയാണ്. അറ്റാക്ക് വരികയാണെങ്കിൽ നടക്കാൻ പോകുന്ന പൂഞ്ച് രജോറി സെക്ടറിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ആ ഏരിയയിലായിരിക്കും, അല്ല മുകളിലോട്ട്. കാരണം അവിടെ ലിമിറ്റഡ് ആണ്. അങ്ങോട്ട് മുകളിലേക്ക് ടാങ്കും കാര്യങ്ങളൊന്നും കയറില്ല. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈവൻ ടാങ്കും മിസൈലും എല്ലാം റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സൈഡാണ് ശ്രീഗംഗാനഗറിൽ നിന്ന് മുകളിലോട്ട്. ശ്രീഗംഗാനഗർ എന്ന് പറയുന്നത് പഞ്ചാബിന്റെയും രാജസ്ഥാന്റെയും ആ ഒരു ബോർഡറിൽ കിടക്കുന്ന സ്ഥലമാണത്. താങ്കൾ അന്ന് രാത്രി അത് കൃത്യമായി പറഞ്ഞിരുന്നു, ആ മേഖലയിലാകുമെന്ന് താങ്കൾ കൃത്യം പറഞ്ഞു. മേജർ രവി, ഒരുപക്ഷെ എന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിലെ എന്താണ് വളരെ ഞാൻ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ദിവസങ്ങളാകും ആ 7 ദിവസങ്ങൾ. ശ്രീ മേജർ രവി, നമ്മളവിടെ കണ്ടത് അതിഭീകരമായ ടെറൈനാണ്. നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന മേഖലകൾ പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ വലിയ ഉരുളൻ, താങ്കൾക്കറിയാവുന്ന മേഖലയാണ്, ഉരുളൻ പാറക്കല്ലുകൾ നിറഞ്ഞ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന മേഖല മാത്രം. ആ മേഖലയിൽ തന്നെ കടന്നു നിന്ന് തിരികെ ഇറങ്ങി വരുമ്പോൾ താഴെ വീണ് മുട്ടിപ്പോഴും കരിഞ്ഞിട്ടില്ല ശ്രീ മേജർ രവി. ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോ സൈനികരും എന്ന് പറഞ്ഞാൽ ഓരോ സൈനികരും ഈ രാത്രി, ഈ പുലർച്ച ആദരമർഹിക്കുന്നുണ്ട്. കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ കൂടി വന്നിട്ടുണ്ട്, താങ്കൾക്കും കേൾക്കാം. അത് സ്ട്രൈക്ക് 1, 2 അതിൽ മുസഫറാബാദിലാണ്. അവിടെ 2 മറുപടിയാണ് ഇന്ത്യ നൽകിയത്. സ്ട്രൈക്ക് 3 ഈ ബാഗൽപൂരിലാണ്. 4 കൊട്ലി, പിന്നെ ഛാക്കംറു, ഗുൽപൂർ, ബിംബർ, മുർഡിക്കെ, പിന്നെ സ്ട്രൈക്ക് 9 ക്യാമ്പ് നിയർ സിയാൽകോട്ട്. അപ്പോൾ ഇത്രയും ആക്രമണങ്ങൾ 1 മുതൽ 9 വരെ നമ്മൾ ആക്രമിച്ച കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി വരുന്നുണ്ട്. അത് മുഴുവൻ ഒന്നുപോലും സിവിലിയൻ എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ആയിരുന്നില്ല. അത് മുഴുവൻ നമുക്കറിയാം ജെയ്ഷെ മുഹമ്മദിന്റെയും മൗലാന മസൂദ് അസറിന്റെയും ഹാഫിസ് സയ്യിദിന്റെയും കേന്ദ്രങ്ങളാണ്. അവിടെ ഭീകരരെ വിരിയിച്ച് ഇൻക്യുബേറ്റർ എന്ന് പറയാവുന്ന തരത്തിലുള്ള ക്യാമ്പുകളാണ്. അതാണ് തകർത്തിരിക്കുന്നത്. അപ്പോൾ ലോകത്തിന് ഒരു കാരണവശാലും ഇന്ത്യയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, പാകിസ്ഥാന് പറയാൻ കഴിയില്ല ഞങ്ങളുടെ സിവിലിയനെ, ഞങ്ങളുടെ മിലിറ്ററി ടാർഗറ്റുകൾ നിങ്ങൾ ലക്ഷ്യം വെച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ മറുപടി കൃത്യമാണ്. ലോകത്തിന് മുഴുവനുള്ള ഒരു സന്ദേശം കൂടിയാണ്. ഭീകരതയ്ക്കെതിരായ ഈ രാജ്യത്തിന്റെ പോരാട്ടം അത് ഏതറ്റം വരെയും പോകും എന്നത് ലോകത്തെ കൂടി കാണിച്ചു കൊടുക്കുന്നതാണ് ഈ പുലർച്ചെ വരുന്ന മുഴുവൻ വിവരങ്ങളും. ശ്രീ മേജർ രവി, അങ്ങനെ തോന്നുന്നില്ലേ താങ്കൾക്കും? ഒരു സംശയമില്ല. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഗുജറംവാല അല്ലെങ്കിൽ ഈ മുകളിലോട്ടുള്ള ഗുജറാത്ത്, ഈ ഏരിയയെല്ലാം ഇവിടെ നിന്ന് മുകളിലോട്ടെല്ലാം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ആയിട്ടുള്ള സ്ഥലത്ത് ഈ മിലിറ്റൻസിന്റെ സ്ഥലങ്ങളാണ് അതെല്ലാം. അവരെന്താ വെച്ചാൽ സുഖമായിട്ട് ഉറങ്ങി ജീവിക്കുന്ന, കാരണം എല്ലാവിധത്തിലുള്ള ഫെസിലിറ്റീസും കിട്ടും. മുകളിലോട്ട് പോകുന്ന സമയത്തുള്ള ഒരു ക്യാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു, കാരണം അവിടുന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിലോട്ട് കയറാൻ പറ്റാത്ത സ്ഥലങ്ങൾ. ഇവിടെ എല്ലാം ഇവർക്ക് ഇങ്ങോട്ട് നുഴഞ്ഞു കയറാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളാണ് ഇപ്പൊ അടിച്ചു നിരപ്പാക്കിയിരിക്കുന്നത്. അത് നിരപ്പാക്കി കഴിഞ്ഞാൽ ഇവരുടെ മിലിറ്റന്റ് ക്യാമ്പ് പോയി കഴിഞ്ഞാൽ ഇതൊരു വാണിംഗ് ആണ് പാകിസ്ഥാനോട്. ഞങ്ങളിപ്പോ തകർത്തിരിക്കുന്ന ഇവന്മാരുടെ ക്യാമ്പുകളാണ്.
ഇനി നീ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഞങ്ങൾക്കുള്ള പ്രശ്നം നിന്റെ മിലിറ്റൻ നീ സ്പോൺസർ ചെയ്യുന്ന മിലിറ്റൻ ക്യാമ്പുകളും ആ ട്രെയിനിങ് സെന്ററിൽ നിന്നും ആളുകൾ വന്നിട്ട് ഞങ്ങൾ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ജനങ്ങളെ നീ കൊന്നിട്ട് പോയാൽ ആ ക്യാമ്പുകൾ ഞങ്ങൾ താഴ്ത്തുമോനെ. ഇനി നീ വന്നിട്ട് അതിന്റെ പേരിൽ റിട്ടാലിയേഷൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ സപ്പോർട്ടിങ് ദീസ് പീപ്പിൾ എന്നുള്ളത് ലോകത്തിന് എങ്ങനെയായാലും ലോകത്തിന് അറിയാവുന്നതാണെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒന്നുകൂടെ ഉറപ്പിച്ചങ്ങ് പറയും ഇതാണെന്നുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടേക്ക് ഈ ജമ്മു സെക്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജമ്മു നിന്നും പട്ടാൻകോട്ട് ഈ ഏരിയ അമൃത്സർ ഈ ഏരിയ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആർട്ടിലറി സന്നാഹങ്ങളും അതുപോലെ തന്നെ എയർഫോഴ്സിന്റെയും എല്ലാം ബേസുകളുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ റിട്ടാലിയേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഏതെങ്കിലും സ്ഥലത്തിൽ ഒരു ബോംബ് വീണ് ആരെങ്കിലും സിവിലിയൻസ് മരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നിയില്ല ഈ പാകിസ്ഥാൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. അങ്ങനെയുള്ളൊരു അടിയാണ് ഇപ്പൊ ഈ നടത്തിയിരിക്കുന്നത്. അതിനനുസരിച്ച് ഇപ്പുറത്ത് കൗണ്ടറായിട്ട് നിൽക്കുന്ന ഇപ്പൊ ഈ മുഷഫാബാദിലെല്ലാം അടിക്കണമെങ്കിൽ അത് നമ്മൾ ഇവിടുന്ന് പട്ടാൻകോട്ട് നിന്നല്ല അടിക്കുന്നത്, അത് ശ്രീനഗറിന്റെ ഓപ്പോസിറ്റിൽ ഇപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കുപ്വാഡ അല്ലെങ്കിൽ ബാരാമുള്ള ഈ പട്ടൻ ഈ ഏരിയ എന്നൊക്കെയാണ് ഇപ്പൊ അങ്ങോട്ട് അടി പോയിരിക്കുന്നത്. പട്ടണിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് നല്ല ക്യാമ്പുകളുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഈ കാണുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇനി പാകിസ്ഥാൻ എന്തെങ്കിലും കാരണവശാൽ നമ്മളെ ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കുന്നുള്ള എനിക്ക് തോന്നുന്നില്ല. ഈ പറച്ചിൽ മാത്രമുള്ളതും അല്ല, ഇനി മണ്ടത്തരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ അടി കിട്ടിയിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നാൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. അല്ല ശ്രീ മേജർ രവി, നമ്മുടെ സൈന്യത്തിന്റെ മുറയിൽ കൂട്ടുന്നു. ഞാൻ ചോദിച്ചത് രാപ്പകൽ കഷ്ടപ്പെടുന്ന അങ്ങേയറ്റം ഭീകരമായ തണുപ്പിൽ അങ്ങേയറ്റം ഭീകരമായ ഈ പറയുന്ന പൈൻമരക്കാടുകൾക്കിടയിൽ ഓരോ മരത്തിന്റെ അടിയിലും പോയി തിരയുന്ന അങ്ങേ എന്ന് പറഞ്ഞാൽ ശരിയാണ് ശമ്പളം കിട്ടിയിട്ട് ചെയ്യുന്ന ജോലിയൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ആ ജോലി അതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ജോലിയല്ല ശ്രീ മേജർ രവി. നമ്മൾ നേരിട്ട് കണ്ടതാണ്. രാപ്പകൽ അധ്വാനിക്കുന്ന ഓരോ സൈനികനും ഏത് റാങ്കിലുള്ള ആളാണെങ്കിലും ഓരോ സൈനികന്റെയും മുറയിൽ വർദ്ധിക്കുന്ന ഞാൻ ഇന്ത്യൻ സൈനികൻ എന്ന് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു രാത്രി കൂടിയാണിത് ശ്രീ മേജർ രവി. ആഷിം, ജോലി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എന്തിനും ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നല്ല ജോലി എന്നൊരു പാവപ്പെട്ട സ്ത്രീയോ അല്ലെങ്കിൽ ആളെ നമുക്ക് കാണാം. അതേപോലെ തന്നെ കൈക്കൂലിയും വാങ്ങിച്ചിട്ട് ജനങ്ങളെ മുഴുവൻ ശല്യം ചെയ്യുന്ന ഇപ്പൊ ഒരുത്തിനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ജോലിയിൽ എങ്ങനെ ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളത് 100% കാണിക്കുന്ന ആളുകളാണ് ശമ്പളം വാങ്ങിച്ചിട്ട് ഈ പട്ടാളക്കാരെന്ന് പറയുന്നത്. അവര് നിങ്ങൾ എവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലും കംപ്ലൈന്റ് ഇല്ല. ഇപ്പം അവിടുന്ന് വന്ന പല ലോക്കൽ ഫോട്ടോസും എനിക്ക് പേഴ്സണലായിട്ട് വന്നുള്ളത് ഞാൻ കണ്ടപ്പോ മറ്റേ അനന്തനാഗ്, കോക്കർനാഗില് എന്റെ അസിസ്റ്റന്റിന്റെ അച്ഛൻ പോലും അവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അവനൊക്കെ അയച്ചവൻ ഓഫീസറാണ്. ഒരു മരത്തിന്റെ താഴത്തോടെ ഇരിക്കുന്നുണ്ട്, കിട്ടിയ ചക്രപ്പാലി എടുത്ത് നിന്നുകൊണ്ട്. അപ്പം പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം യെസ്, ആഷ്മി പോലും കയറുന്ന സമയത്ത് മനസ്സിലാക്കണം ആ ഉരുളങ്കല്ലിൽ കൂടെ ഇതൊരു ദിവസത്തില് ഡ്യൂട്ടി മാറുന്ന സമയത്ത് ഇവർ ഓരോരുത്തരും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തിൽ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആഷ്മിക്ക് കാര്യം പിടികിട്ടിയില്ലേ. ഇത് ഡെയിലി ഇവരുടെ 24/7 ഡ്യൂട്ടി ഇതാണ്. അങ്ങനെയാണ് ഇവര് രാജ്യത്തിനെ സംരക്ഷിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഡയലോഗ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവന്മാരോട് ഇത്രേ പറയാനുള്ളൂ, പട്ടാളക്കാരൻ എന്ന് പറയുന്നത് ശമ്പളത്തിനാണ് പോകുന്നത്. പക്ഷേ അവനെപ്പോലെ ഇത്രയും വലിയൊരു ദേശസ്നേഹം നിങ്ങൾ കാണില്ല. ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അവനോട് കാത്തിരിക്കാം. നമ്മളൊക്കെ ഇവിടെ ഇരുന്നിട്ട് നല്ല AC റൂമിലിരുന്ന് ന്യൂസും ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവൻ അവിടെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. പല സ്ഥലങ്ങളിലും ഇപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. അതെങ്ങനെയാണ് ഈ കോട്ട്ലി തൊട്ടിട്ട് മുസഫാദ് ആ സെക്ടറിലോട്ട് പോകുമ്പോൾ ഇപ്പോഴും ആ മലകളുടെ മുകളിൽ മഞ്ഞുണ്ട്. അപ്പൊ അവിടുത്തെ തണുപ്പ്, നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ തണുപ്പ്, അവിടുത്തെ ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് ഈ പട്ടാളക്കാർ അവരെ ഫേസ് ചെയ്യുന്നു. അതിന് രാത്രി 1:30 മണിയാണ് ഞാൻ കിടന്നുറങ്ങാന്നുള്ള ഒരു പട്ടാളക്കാരനും പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് കറക്റ്റ് ജാഗരൂകരായിട്ട് അടിച്ചിരിക്കുന്നത്. കാരണം ദിസ് ദ ലീസ്റ്റ് ടൈം അവരെ എക്സ്പെക്ട് ചെയ്യാത്ത ആ സ്ഥലത്ത് കറക്റ്റ് സമയത്ത് അടിച്ചിരിക്കുന്നു, കറക്റ്റ് സ്ഥലത്ത് അടിച്ചിരിക്കുന്നു. താങ്ക് യു മേജർ രവി. ജയ് ഹിന്ദ് സാർ.